ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറിയ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുത്തതാണ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു കേട്ടോ, 21-ാം തീയതി ആയിരുന്നു. ഇന്നലെ എഡിറ്റ് ചെയ്തൊക്കെ ഇതായി കഴിഞ്ഞപ്പോൾ പിന്നെ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ കുറച്ച് വൈകി. അപ്പം ഇന്ന് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് ഇട്ടത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓൻ്റെ ഗിഫ്റ്റ് ഇതൊക്കെ പൊതിയണതാണ് കേട്ടോ ഞങ്ങൾ തുടക്കം മുതലേ എടുത്ത് വെച്ചിരിക്കണത്. അപ്പോൾ ഓൻ അവിടുന്ന് മാറ്റണമല്ലോ. ആളാണെങ്കിൽ എന്തോ ചെറിയൊരു സൂചനയൊക്കെ കിട്ടി നടക്കണുണ്ട് കേട്ടോ. അപ്പൊ ഓനെ മറച്ച് പിടിച്ചിങ്ങാണ്ട് ഇത് എങ്ങനെയെങ്കിലും ഗിഫ്റ്റൊക്കെ ഒന്ന് പൊതിഞ്ഞെടുക്കണല്ലോ. അപ്പൊ ആളെന്താട്ടി ഫോണൊക്കെ കൊടുത്തു വിട്ടു. അപ്പൊ ഫോൺ അവിടെ വെച്ചിങ്ങാണ്ട് വീണ്ടും കടക്കേക്ക് വന്നു. ഓൻ കടക്കയിൽ വന്നിരിക്കാറുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ ആൾക്ക് ചെറിയൊരു പണി ഉണ്ടോന്നൊരു ഡൗട്ട് തോന്നിയിട്ടാണ് ആൾ പോയത് വീണ്ടും. അപ്പൊ പിന്നെ ഫോൺ തരൂലാറിഞ്ഞപ്പോ ഇനി തീരെ തരൂലാറിഞ്ഞപ്പോ ആളാണ് പോയിട്ടോ. അപ്പൊ ഞങ്ങൾ കുറേ ബലൂണുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നതാണ്. ഊതി ഊതി നമ്മളെ കാറ്റ് പോയ മാതിരിയേക്കണം കേട്ടോ. അത്രക്ക് ബലൂണുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ബലൂണുകളാണ് കേട്ടോ. നല്ല കുറഞ്ഞ വിലക്ക് കിട്ടിയതാണ് കേട്ടോ. നല്ല ബലൂണുകളായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. അങ്ങനെ അതൊക്കെ ഇങ്ങനെ വീർപ്പിച്ചും കൊണ്ട് ഞങ്ങളിതാ ഓരോന്ന് ഇരിക്കണുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കാറ്റ് പോയത് മിച്ചം. ഓളിങ്ങനെ ഊതി തരുന്നേ, ഞാനതിങ്ങനെ കെട്ടണേ. ഞാൻ ഓളോട് അവസാനം പറഞ്ഞ എൻ്റെ തുപ്പലൊക്കെ ഒന്ന് തുടക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം ഇങ്ങനെ ഓള് ഊതി വീർപ്പിച്ചിട്ട് തുറക്കാതെയൊക്കെ വെച്ച് തരുന്നുണ്ടോ, ഞാനതിങ്ങനെ കെട്ടണ്ടേ. മക്കളാണെങ്കിലും നമ്മൾ അതൊക്കെ നോക്കണമല്ലോ. അപ്പം അങ്ങനെ ഇതാ ബലൂണുകളൊക്കെ കുറേ വീർപ്പിച്ച് അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ വേറെ കറുപ്പും വെള്ളയും ബലൂണ് കുറച്ച് വാങ്ങിയിരുന്നു കേട്ടോ. അപ്പം അതും വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ആള് ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് ഡോറുമ്മ മുട്ടുന്നുണ്ട്. എന്തിന് ഡോറ് തുറക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ ഓൻ അറിയില്ല ഞങ്ങളിത് ഇവിടെയാണ് പണി എന്നുള്ളത്. ഈ ബലൂണില്ലതൊന്നും ഓൻ അറിയില്ല. എന്നാൽ പിന്നെ ഓൻ എന്ത് ഫോൺ എടുത്തിട്ടും കാര്യമില്ല. ആളവിടെ കുത്തിരിക്കും. കാരണം അത്രയും ഇഷ്ടമാണ് ഓന് ബലൂൺ കേട്ടോ. അതിങ്ങനെ എന്തിന് കളിച്ചാനൊന്നല്ല, അതിങ്ങനെ കുത്തി പൊട്ടിച്ച പിന്നെ എടുക്കുക കുത്തി പൊട്ടിച്ച. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഓന് പണി. അപ്പം കുറേ ബലൂണുകളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞ് പിന്നെ അതാ നമ്മൾ ഈ സ്റ്റാർ, പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ഇതുണ്ടല്ലോ, അത് ഊതി വീർപ്പിച്ചിട്ടുണ്ട്. അത് പിന്നെ ഞാൻ മക്കളെ രണ്ടാളെ ഏൽപ്പിച്ചു. കാരണം അത് നമുക്കറിയില്ല. നമ്മൾ ഇനി എവിടെയെങ്കിലും കൊണ്ടുപോയി അതിൻ്റെ കോലിട്ട് കുത്തിങ്ങാണ്ട് ഇനി അത് കംപ്ലൈൻ്റ് ആയി പൊട്ടി കഴിഞ്ഞ് ഓല അതിന് പറയും. എന്നാൽ തന്നെ അതിന് എച്ച് പറഞ്ഞൊരു ഇംഗ്ലീഷ് അക്ഷരം ഇതായിട്ടോ പൊട്ടി. പിന്നെ അതെങ്ങനെയൊക്കെ ഞങ്ങൾ ഒട്ടിച്ച് പിടിച്ചിങ്ങാണ്ട് വെച്ചിക്കണം. അത് നിങ്ങൾക്ക് വീഡിയോയിൽ വരുമ്പോൾ കാണാട്ടോ. അങ്ങനെയാണ് അത് എടുത്തേക്കണത്. പിന്നെ ബലൂണുകളൊക്കെ ഊതി കഴിഞ്ഞിട്ടോ. അതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ഇതാക്കണു. 2 ബെഡിലും ഞങ്ങൾ ഇട്ടിക്കാണ് കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പിന്നെ അതാ ഞങ്ങളതൊക്കെ എന്താ ചുമരുമ്മ പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ആൾ ഉറങ്ങിയിരിക്കുന്നത്. ആൾ ഉറക്കിക്കട്ടെ. ഞാനൊന്ന് കണ്ണുമ്പി നീച്ച്. അതിൻ്റെ ഒരു മന്ദപ്പാണ് കേട്ടോ എന്നെ കാണുന്നത്. ഞാനെന്തോ ഒരു പിന്നെ അന്തം വിട്ട കുന്തം പോലെയെന്ന് അറിയില്ലേ, അതേപോലെ ഇങ്ങനെ ഇരിക്കാനുണ്ട്. ഞാൻ ചൊറിയണും മാന്തണും ഒക്കെ ഉണ്ട്. കാരണം ഉറക്കത്തിൻ്റെ ആ ഒരു മായൽ എനിക്കണ് വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ അതാ എൻ്റെ മൂന്നാമത്തെ മോൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളും ഉണ്ട് കേട്ടോ. ഓലും ഉണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക്. ഇവൻ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കോപ്പിരായിത്തം കാട്ടി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇരിക്കണ്ട. അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട്, കുട്ടികളെ എന്തെങ്കിലും ഇങ്ങനെ ഇരിക്കണം പൊണ്ണമ്മത്താത്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എന്തോ ഒരായാലും ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങി നീച്ചതിൻ്റെ ചെറിയൊരു ഇത് എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് ആ അക്ഷരങ്ങളൊക്കെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളതൊക്കെ ഒരു നൂലുമ്മ കോർക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അത് ഓരോന്ന് കോർത്തും കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഓൻ്റെ ഫ്രണ്ട്സുകളും ഓലൊക്കെ ഞങ്ങളൊക്കെ പാടെ ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് ചെയ്തും കൊണ്ടിരിക്കണത്. ഞാൻ പറഞ്ഞില്ലേ എച്ച് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അതാ ഇതാണ് കേട്ടോ അത്. അത് പിന്നെ എങ്ങനെയൊക്കെ ഒരു ഭാഗമൊക്കെ ഊതി വീർപ്പിച്ച് ഒരു സെറ്റാക്കി ഇങ്ങനെ ഞങ്ങൾ കുറേ ഇൻസുലേഷനൊക്കെ ഒട്ടിച്ച് എങ്ങനെയൊക്കെ ഒരു വിധം ആക്കി തീർത്തുക്കണേ. അങ്ങനെ അത് അവിടെ വെച്ചു. കാരണം എച്ചില്ലാതെ വെക്കാൻ കോലല്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ഫുള്ള് വേണ്ടേ. അപ്പം അതങ്ങനെ ഓള് എന്തൊക്കെയോ കാട്ടി ഓളും വേറെ ഒരുത്തനും പാടെ കൂടി അതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഊതണും വീർപ്പിച്ചണും കെട്ടണും പിടിച്ചണും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇങ്ങാണ്ട് അതൊക്കെ വെച്ചു. പിന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് ഓർമ്മ വന്നത്, ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആദ്യം ഒട്ടിച്ചാൻ പോയി. പിന്നെയാണ് അതിൻ്റെ അടിയിലൊരു നമ്മളൊരു കറുത്തൊരു സീക്വൻസ് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മാല പോലെ നമ്മളൊരു കർട്ടന് പോലെ ഒരു സാധനം വാങ്ങിച്ചിരുന്നു കേട്ടോ ഓൺലൈനിൽ നിന്ന്. അത് വെച്ചിട്ടില്ല എന്ന് പിന്നെയാണ് ഓർമ്മയായത്. അതിൽ പിന്നെ വെച്ചത് വീണ്ടും റിട്ടേൺ കട്ടൻ എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും അത് വെച്ചിട്ട് പിന്നെയാണ് എന്താ അക്ഷരങ്ങൾ വെച്ചത് കേട്ടോ. ഇതാ ഈ നിർത്തി പിടിക്കുന്ന സാധനം കണ്ടോ, ഇത് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സാധനമാണ് കേട്ടോ. നല്ല കുറഞ്ഞ വിലക്കാണ് കേട്ടോ അത് കിട്ടിയത്. അപ്പൊ നമ്മളത് ഞാൻ പറഞ്ഞില്ലേ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച സാധനം. അപ്പൊ ദാ അതൊക്കെ ഇങ്ങനെ പിന്നെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ പിന്നെ നിന്നത്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മളിതിന്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ അത്.
ഫൈനലായി. അവിടുന്ന് 2, 3 ബലൂണൊക്കെ ചാടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വെക്കാനൊന്നും നോക്കിയില്ല. പിന്നെ ലാസ്റ്റ് വെക്കാൻ വിചാരിച്ചിട്ട്, കാരണം ഡബിൾ സ്റ്റിക്കുമ്മെ വെച്ചിട്ട് ഇങ്ങനെ പോരാണ്ടോ. ഇനി ഞങ്ങളിത് ആള് നല്ല ഉറക്കത്തിലാണ്. ഇനി ഓനെ വിളിച്ചു കൊണ്ടുവരുന്ന ഒരു വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ ഇതില്. ആളെ ഞാൻ ഉച്ചക്കൊന്ന് ഉറക്കിയിരുന്നു, ഞങ്ങൾക്ക് ഇത് പണിയെടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ആൾ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നിന്ന് ആ ബലൂണുകളൊക്കെ ശരിയാക്കാം. അപ്പൊ ആള് ബെഡിലൊക്കെ മൂത്രം ഒഴിച്ചിട്ടാണ് നീച്ചു തന്നെ. പിന്നെ ഓന്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതാ ഓന്റെ മൂത്താളോ ഓന്റെ കണ്ണും പൊത്തിയിട്ട് കൊണ്ടുവരണം കേട്ടോ. അങ്ങനെ കൊടുങ്ങാണ്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഓന്റെ ഫ്രണ്ട്സുകളെല്ലാരും ഉണ്ട് കേട്ടോ. ഒപ്പം കുറെ ആൾക്കാരൊന്നും വീഡിയോസിൽ നിൽക്കണില്ല കേട്ടോ. ഓർക്ക് ഭയങ്കര മടിയാണ്. ഞാൻ കണ്ടോ ഒരുത്തം മറിഞ്ഞ് നിൽക്കണ്. അങ്ങനെ അതാ വീഡിയോസിൽ ഓനെ കാണിച്ചു കൊടുത്തിട്ട്, അപ്പൊ ഓന് ഉറക്കപ്പിച്ചിലായതുകൊണ്ട് വലിയൊരു എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല ആള്. ഓനിങ്ങനെ എന്നാലും സന്തോഷമുണ്ട്, പക്ഷെ എന്നാലും വലിയൊരു ഇതിലൊന്നും ഇട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്താന്ന് ചോദിക്കുമ്പോ എന്നോട് പറയണോ ഓന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എന്നാട്ടോ പറയണേ. ആൾക്ക് അതൊക്കെ നിശ്ചയുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ആണെന്നൊക്കെ ഉള്ളത് ആൾക്ക് മനസ്സിലായിക്കോണു കേട്ടോ. പക്ഷെ എന്നാലും ഉറങ്ങി നീച്ചപ്പോ അതിന്റെ ചെറിയൊരു മന്ദപ്പിലോൻ ഇങ്ങനെ ഇതായി നിൽക്കണ്ടോ. അങ്ങനെ ദാ അതിന്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ എല്ലാവരും. അപ്പൊ നല്ല ഭംഗിയില്ലേ. പിന്നെ ദാ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്താ ഓന്റെ മൂത്ത കാക്കു വിളിക്കാണ് കേട്ടോ. അപ്പൊ ഓനോട് വീഡിയോ കോൾ ചെയ്ത് നിൽക്കുകയാണ് ആള്. പിന്നെ ദാ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇതാ കേക്ക് മുറിക്കാല് പുറപ്പെടായിട്ടോ. ഉമ്മയും എന്റെ വാപ്പയും പിന്നെ നാത്തൂനും മോനും മോളും ഒക്കെ വന്നിരുന്നു കേട്ടോ. അങ്ങനെ ദാ ഞങ്ങളെല്ലാരും പാടെ കൂടിയങ്ങാണ്ട് കട്ട് ചെയ്യാണ് കേട്ടോ കേക്ക്. ഞങ്ങൾ ഇതിലൊരു ചതി പറ്റിയിട്ടോ, ഞങ്ങൾക്ക് എല്ലാരും ഒപ്പം നിർത്തിയില്ല. ഞങ്ങൾ 3 പേര് മാത്രാട്ടോ നിന്നത്. അതിൽ ഞാൻ കേക്ക് കട്ട് ചെയ്തപ്പോ എന്നോട് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ആർക്കാ തരുന്ന. അപ്പൊ അടുത്തേർക്ക് മാനിപ്പാക്കുന്നത്. അത് പിന്നെ എവിടെയും മാനിപ്പാക്കാണ് ഫസ്റ്റ് ഇതും കൊടുക്കുള്ളൂ കേട്ടോ. രണ്ടാമത് എനിക്ക് തരുള്ളൂ ഓന്. നമ്മളെന്ത് നോക്കിയാലും ഓൻ അങ്ങനെയാണ് കേട്ടോ. ഓനോന്റെ വാപ്പാനെയാണ് കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടമല്ല എന്നല്ല, എന്നാലും ആളങ്ങനെയാണ് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾക്കൊക്കെ കേക്ക് തന്ന് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുക. പിന്നെ അത് ലൈബ എന്റെ നാത്തൂന്റെ കുട്ടിയാണ് കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലൈബ എന്ന് പറഞ്ഞാൽ ഓനിക്കും പിന്നെ അല്ലു എന്ന് പറഞ്ഞാൽ ഓൾക്കും ഭയങ്കര, ഒരു രണ്ടാളും ഭയങ്കര ഇതാണ്. കുറച്ചേരം കണ്ട രണ്ടാളും ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവര് തല്ലും കൂടിയായിട്ടോ. അതിന്റെ ഇടയിലുണ്ടോ അവന്റെ വാപ്പോന് കേക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന് കട്ട് ചെയ്ത കത്തി വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കണേ. അതങ്ങനെ ഒരായെല്ലാം അങ്ങനെ പോണ്. അവിടെ എന്റെ നാത്തും പറയണ്ടായി എന്താളിയൊക്കെ ഞങ്ങൾ കാണിക്കണേന്നൊക്കെ പറയണ്ട്. എവിടെ ആളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ അതാ എല്ലാരും ഓരോ പീസ് എടുത്ത് അവന് കൊടുക്കണു, ഓ ഞങ്ങൾക്ക് തരുന്നു, അങ്ങനെ ഓരോന്ന് ചെയ്യണുണ്ട് കേട്ടോ. അതാ അപ്പൊക്കെ ഓന്റെ താത്താന്റെ മുഖത്ത് തേച്ചിട്ടോന് എല്ലാ ഇംഗൃതം പണികളും അറിയിട്ടോ ആൾക്ക്. അങ്ങനെ അതെല്ലാവർക്കും ഇതൊക്കെ എന്താ ഓന്റെ മൂത്ത ആളെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. ഓന്റെയും ഫ്രണ്ട്സ് എന്ന് പറയാം, കാരണം ഓരെപ്പോഴും വീട്ടിൽ വരും. പിന്നെ ഗെയിം കളിക്കാനും ഇതിനൊക്കെ ഇങ്ങനെ വന്ന് എപ്പോഴും വരും. അവര് എന്ത് മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങാണി കൊടുക്കൂട്ടോ. പിന്നെ ദാനത്തിന്റെ നാത്തൂന് അപ്പൊ ഓക്കും കേക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഓന്റെ വാപ്പ എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര മടിയാട്ടോ ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ഫോൺ വീഡിയോസിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അറിയാം യൂട്യൂബിൽ ഇടുന്നവർക്ക് അറിയാലോ. അപ്പൊ അതിന്റെ ഒരു മടിയാണ് കേട്ടോ എല്ലാവരും കാണിച്ചത്. അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മ വന്നിരുന്നില്ല, അമ്മക്ക് ഷുഗർ ആയതുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്നിടത്തേക്ക് ഉമ്മ വേണ്ട അറിഞ്ഞിരിക്കണം. അപ്പൊ ചെറിയൊരു പീസ് തിന്നോളിയും പറഞ്ഞിട്ടോന് ചെറിയൊരു പൊട്ടുമ്മാക്ക് കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. പിന്നെ വാപ്പ പുറത്താണ്. വാപ്പ പിന്നെ കട്ട് ചെയ്യണോടത്തൊന്നും വന്നിരിക്കൂല കേട്ടോ. ബർത്ത്ഡേ ഉണ്ടാക്കണത് വാപ്പാക്ക് വലിയൊരു തൃപ്പതി ഇല്ല, എന്നാ പിന്നെ എതിർപ്പൊന്നും പറയില്ല കേട്ടോ. അങ്ങനെ വാപ്പാക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾ ഓരോരുത്തർക്കും ഓന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാ. ആദ്യം ഫസ്റ്റ് അവൻ്റെ അപ്പച്ചി കൊടുത്തു കേട്ടോ. പിന്നെ അതാ ഞാൻ കൊടുത്തു. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണ്ട്. എല്ലാവരും ഓരോ ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നു. അവന്റെ മൂത്ത കാക്കുവിന്റെ ഫ്രണ്ട്സൊക്കെ അവന് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓരോന്ന് എല്ലാവരും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവന് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അവന്. സർപ്രൈസ് ആയിട്ട് കിട്ടുക പറയണത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അത് എപ്പോഴും എനിക്ക് ഭയങ്കര തീർപ്പതിയാണ് കേട്ടോ അങ്ങനെ ഓരോന്ന് കിട്ടുന്നത്. അപ്പൊ അതാ ഇവനും കൊടുത്തു. ഇവനും ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോസിൽ നിൽക്കാൻ. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് നിർത്തിയതാണ് കേട്ടോ. അവൻ അറിയാതെ എടുത്തിയാണ് വീഡിയോ, കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ അറിയാതെ എടുത്തുങ്ങാണ്ട് അതിൽ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ എല്ലാരും ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തും കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അതാ ലൈബക്കുട്ടി കൊടുക്കാൻ വന്നു കേട്ടോ. അങ്ങനെ അതും കൊടുത്ത്, പിന്നെ അവന്റെ താത്തയാണ് കേട്ടോ കൊടുക്കണത്. അങ്ങനെ അതും അതിൽ പെട്ട് അങ്ങനെ ഓരോരുത്തർ കൊടുക്കുകയാണ് കേട്ടോ. ലൈബക്കുട്ടി കൊടുത്തത് വീഡിയോസിൽ ഒരു വട്ടം എടുത്ത് ഫസ്റ്റ് എടുത്തില്ല കേട്ടോ. പിന്നെ 2ാം വട്ടം വീണ്ടും ലൈബക്കുട്ടി ഒന്ന് കൊടുത്തു കേട്ടോ. വീഡിയോ എടുക്കാൻ മറന്നിക്കണം. പിന്നെ അമ്മ അവിടെ ഇരിക്കണം. അപ്പൊ അമ്മയുടെ തട്ട അങ്ങനെ ചാടിയിരുന്നു. അപ്പൊ അത് ശരിയാക്കി കൊടുക്കായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ അവന് ഉമ്മയും കൊടുത്തു കേട്ടോ ഒരു ഗിഫ്റ്റ്. അത് അപ്പൊ തന്നെ പൊളിക്കണുണ്ടാവും കേട്ടോ. അപ്പൊ പിന്നെ എടുക്കാൻ പറഞ്ഞ അപ്പൊ ഇപ്പൊ അവൻ 500 രൂപയാണ് കേട്ടോ കൊടുത്തത്. അപ്പൊ ഇപ്പാന്റെ ഭാഗം 500 രൂപ കൊടുത്തു. ഇപ്പൊ ക്യാമറയിൽ വരാൻ ഉണ്ടായില്ല കേട്ടോ. പിന്നെ വലിച്ചു കൊടുന്നിക്കാണ് കേട്ടോ ഉപ്പാന്. ഇപ്പൊ കുറച്ച് കിസ്സൊക്കെ കൊടുത്തു, അവന് ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ ഇപ്പൊ അങ്ങനെ അതും കൊടുത്ത് അതാ എല്ലാ ഗിഫ്റ്റുകളും അവൻ അവിടെ വെച്ചു കേട്ടോ. അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കഴിഞ്ഞതായി ഓരോന്നും ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാ അവന് ഉമ്മ വേണമെന്ന് പറഞ്ഞങ്ങാട് ഓന്റെ അപ്പച്ചിൻ്റെ ഒക്കെ ഉമ്മ വാങ്ങാൻ കേട്ടോന്. അപ്പൊ ഓന്റെ അപ്പച്ചി ഉമ്മ കൊടുത്തു. പിന്നെ ഞാനും ഉമ്മ കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഇതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഇരുന്നു കേട്ടോ. ഇമ്മീറ്റും വന്നു കേട്ടോ ആദ്യം. അപ്പൊ അവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്ത്
ഓലെ പറഞ്ഞയച്ചിട്ട് അപ്പൊ പിന്നെ വീണ്ടും ഒരു കേക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കട്ട് ചെയ്യാൻ. അതെന്താന്ന് വെച്ചാല് ഇത് ഞങ്ങൾ ഫസ്റ്റ് ഏൽപ്പിച്ചിരുന്ന കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പൊ കിട്ടാൻ കുറച്ച് വൈകിയപ്പോ ഞങ്ങള് പിന്നെ വേറൊരു കേക്ക് കൊടുങ്ങാണ്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ പിന്നെ മൂത്തോന്റെ ഫ്രണ്ട്സും വരുന്നുണ്ട് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ ഒരാള്. ഓന്റെ അടുത്തൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചിരുന്നു കേട്ടോ ഓന് ഇല്ലത്. അപ്പൊ അതുകൊണ്ട് വന്നിരുന്നു കേട്ടോ ഓന്. പിന്നെ അപ്പൊ രണ്ടാമത് ഒരു കേക്ക് കട്ട് ചെയ്തു കേട്ടോ ഞങ്ങള്. അതാണ് കേട്ടോ, അതൊരു സ്പൈഡർമാന്റെ കേക്കാണ് കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്പൈഡർമാൻ എന്ന് പറയണത്. അങ്ങനെ അവന്റെ ബർത്ത്ഡേക്ക് 2 കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങള്. അങ്ങനെ ഇതും കട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവർക്കും കൊടുത്ത്. പിന്നെ ഒരു ഫ്രണ്ട്സ് തന്നെ കേട്ടോ, മൂത്ത ആളത് ഒരു ഫ്രണ്ട്സ് തന്നെ കേട്ടോ വന്നിരുന്നത്, എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാളെ വന്നിരുന്നു. അത് ഓന് ഗിഫ്റ്റ്, ഓന് ബാംഗ്ലൂരാണ്. അപ്പൊ അവനുള്ള ഗിഫ്റ്റ് ഓന്റെ അടുത്ത് വാങ്ങിച്ചിട്ട് ഓനോട് വാങ്ങിക്കാൻ പറഞ്ഞാണ്ട് അങ്ങനെ കൊടുന്നു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അതാ എല്ലാവരും വന്ന് അതൊക്കെ കൊടുക്കലും ഇരിക്കലും അങ്ങനെ കേക്കും കാര്യങ്ങളും. രണ്ടാം വട്ടം ഞങ്ങൾക്കൊക്കെ ഓരോന്ന് തന്നു ഓന്. അങ്ങനെ രണ്ടാം വട്ടവും കേക്കൊക്കെ കഴിച്ചിട്ടുണ്ട് ഞങ്ങള്. കാരണം 2 കേക്കായി അവന്റെ ഇക്കുറിയത്തെ ബർത്ത്ഡേക്ക് കേട്ടോ. എല്ലാ ബർത്ത്ഡേക്കും ഒരു കേക്ക് തന്നെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്രാവശ്യം ഞങ്ങൾ 2 കേക്ക് കട്ട് ചെയ്തിട്ടു. പിന്നെ അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് ഇതാ കേക്കൊക്കെ ഓരോന്ന് കട്ട് ചെയ്ത് അങ്ങനെ കൊടുക്കാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ പിന്നെ എന്താ ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓലെ ഗിഫ്റ്റ് പൊട്ടിക്കലും അതൊക്കെ ഇരുന്ന്. ഗിഫ്റ്റ് പൊട്ടിക്കണോടത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അപ്പൊക്ക് വേറെ എന്തോ ഒരു ആവശ്യം പുറത്ത് ആള് വന്നിട്ട് ഞാൻ അവിടെ പോയിട്ടോ. അപ്പൊ ഓലെ തന്നെ കട്ട് ചെയ്ത് പിന്നെ ഒക്കെ ഇതാക്കി ഇങ്ങാടൊക്കെ ഇതാക്കി ഇതായി കൊണ്ട് നിൽക്കിയിരുന്നു കേട്ടോ. പിന്നെ അവന്റെ കാക്കു കൊടുത്തയച്ച ഗിഫ്റ്റ് ഓൻ കൊടുത്തില്ല കേട്ടോ. നിങ്ങൾ കൊടുത്താൽ മതി പറഞ്ഞങ്ങാണ്ട്. അതിൽ പിന്നെ അത് ലാസ്റ്റ് ഞങ്ങൾ അവൻ എന്താട്ടി അവന്റെ താത്തന്നെ കൊടുത്തു കേട്ടോ. അവന് കുറേ ചോക്ലേറ്റ് ആണ് കേട്ടോ കൊടുത്തത്. അവന് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ എന്താട്ടി കുറേ ചോക്ലേറ്റ് കൊടുത്തു. അപ്പൊ ആള് കുപ്പായങ്ങളൊക്കെ ഊരിട്ടിരുന്നു. ഭയങ്കര ചൂടല്ലേ. അപ്പൊ അതൊക്കെ ഊരിട്ടിങ്ങാണ്ട് അങ്ങനെ ഇരുന്നിരുന്നു കേട്ടോ. പിന്നെ അതാ അവന് ഗിഫ്റ്റ് പൊട്ടിക്കണ അർജന്റിലാണ് കേട്ടോ. പിന്നെ അതാ അവന്റെ താത്ത കൊടുത്തതാണ് കേട്ടോ. അവന് ഇത് വലിയൊരു ടോയ് ഓന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനത്തെ ടോയ്കളൊക്കെ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ അമ്മ കൊടുത്ത ഗിഫ്റ്റാണ് കേട്ടോ. അതിലെന്താണെന്ന് വെച്ചാൽ ഒരു ട്രൗസറും കുപ്പായാണ് കേട്ടോന്. അത് ഉമ്മ വാങ്ങിച്ചതാണ് കേട്ടോന്. അങ്ങനെ അതും ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഗിഫ്റ്റും പൊട്ടിച്ചും കൊണ്ടിരിക്കുന്നുണ്ടോ. പിന്നെ അവന്റെ താത്ത കൊടുത്ത തന്നെയാണ് കേട്ടോ ആ ഗിഫ്റ്റും. അത് നമ്മളെ മൈക്ക് ഉണ്ടല്ലോ, ചെറിയൊരു മൈക്കിങ് മിനി മൈക്ക പറയാലോ, അങ്ങനെ ചെറിയൊരു മൈക്കിങ് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അത് അവന്റെ വാപ്പ കൊടുത്തതാണ് കേട്ടോ. ഓന് ഫ്രെയിമാണ്. അത് ഞങ്ങളെല്ലാം ഓന്റെ കുറച്ച് ഫോട്ടോസുകൾ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ. ഓന്റെ ചെറുപ്പത്തിൽ മുതലുള്ള ഇപ്പൊ വലിപ്പം വരെയുള്ള കുറച്ച് ഫോട്ടോസുകളാണ് അത് കേട്ടോ. പിന്നെ ഓന്റെ കാക്കുവിന്റെ ഫ്രണ്ട്സുകൾ കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. അതിൽ ഒരാൾ തോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തിരക്കിട്ട് പൊട്ടിക്കണ ഒരു തോക്ക്. പിന്നെ ഇതൊരു ബാറ്റും ബോളും ആണ് കേട്ടോ. അങ്ങനെ അതും കത്രികയൊക്കെ എടുത്തോണ്ട് നിൽക്കണം കേട്ടോ ആള് കട്ട് ചെയ്യാന്. അപ്പൊ അതും അങ്ങനത്തൊക്കെ ഉണ്ട്. ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കണ്ടോ. അപ്പൊ കൊടുത്ത ആൾക്കൊരു ഉമ്മയും കൊടുത്തു കേട്ടോ. പിന്നെ അടുത്ത ആളൊരു കാറാണ് കേട്ടോ, ഒരു കുഞ്ഞു കാറ്. ഇപ്പൊ എല്ലാ കുട്ടികളെടുത്തും കയ്യിൽ ഇങ്ങനെ കാറ് കണ്ടിട്ടില്ല, ഇങ്ങനെ എറിഞ്ഞാലും ഇതാക്കിയാലൊന്നും പൊട്ടാത്ത അങ്ങനത്തെ ഒരു സൈസ് കാറ്. അപ്പൊ അവനും കൊടുക്കാൻ പോയപ്പോ അവനും വീഡിയോയിൽ വരാത്തോണ്ടാണ് കേട്ടോ ഓന് എടുത്ത് കാണിക്കായിരുന്നത്. പിന്നെ അതാ അവന്റെ ചെറിയ കാക്കു കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ അതെന്താന്ന് വെച്ചാൽ സ്പൈഡർമാൻ ആണ്. അത് നല്ലൊരു പെട്ടിയിലാണ്. അപ്പൊ കട്ട് ചെയ്യാൻ ഓനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ഓന്റെ കാക്കു തന്നെ കട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ഓന്. അപ്പൊ അത് കട്ട് ചെയ്തിങ്ങാണ്ട് എടുത്തു കൊടുക്കണം. കത്രിക കൈമ തട്ടണ നോക്കാൻ പറയണ്ട. അതാണ് കേട്ടോ അങ്ങനെ നോക്കണത്. അതിലാണ്ടോ സ്പൈഡർമാൻ ആണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഓന് ഭയങ്കര സന്തോഷമായി. കാരണം ഓൻ സ്പൈഡർമാന്റെ ഒരു ആളാണ് കേട്ടോ. അതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓന്റെ അടുത്ത്. സ്പൈഡർമാന്റെ എന്ത് കണ്ടാലും ഓൻ വാങ്ങിച്ചു. പിന്നെ അതും കണ്ട, അത് സ്പൈഡർമാന്റെ എന്തോ ഒരു കൈ ഇട്ടുങ്ങാണ്ട് ഇങ്ങനെ വിടുന്നതാണ് കാരണം. അപ്പൊ മണ്ടി വന്ന് എനിക്ക് കാട്ടിത്തരാനാണ് കേട്ടോ ആ പോ നിൽക്കണത് ആളെ അതിന്റെ അടിയില്. അങ്ങനെ അതും പോന്ന്. പിന്നെ അവനൊരു കാറും ഒരു ബൈക്കോട്ടോ ഇത് അവന് ഗിഫ്റ്റ് കിട്ടിയതന്നെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ അതൊക്കെ മാന്തി പൊളിച്ച് ആകെ അലങ്കോലാക്കി ഇട്ടുകണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ശരിയാക്കേണ്ട ഒരു കഥ ആലോചിച്ച് നോക്കി നിങ്ങള്. ഇതൊക്കെ പൊട്ടിക്കാനൊക്കെ അവർക്ക് എളുപ്പമാണ്. പിന്നെ ഇതിന്റെ നാത്തും കൊടുത്തതാണ് കേട്ടോ. അതോനെ ഒഴിച്ചു കൊണ്ടുവച്ചിരിക്കുന്നു കേട്ടോ. അത് ഒറ്റക്ക് എടുക്കാൻ പറഞ്ഞങ്ങാണ്ട് അതിലും ഡ്രസ്സും പിന്നെ എന്താ ഒരു സ്പൈഡർമാന്റെ മാരിലൊരു അതും ഉണ്ടായിരുന്നു കേട്ടോ പാവക്കുട്ടിയും. പിന്നെ അതാ ഇതൊക്കെ കണ്ടത് അവരൊക്കെ പരിപാടി ഉണ്ട്, കലാപരിപാടികൾ അവർ ഓരോന്ന് ഞങ്ങൾ അവിടെ സംസാരിച്ചും കൊണ്ടിരിക്കുമ്പോ അതിന്റെ അടിയിൽ ചെയ്യണേ കേട്ടോ ഇതൊക്കെ. അങ്ങനെ അതുകളൊക്കെ ചെയ്ത് അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഇരുന്നത്. പിന്നെ ഓൻ കാണിക്കണുണ്ടോ ഓന്റെ ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതൊക്കെ വീഡിയോ എടുക്കണം പറഞ്ഞങ്ങാണ്ട് അതൊക്കെ നിരത്തി വെച്ച് അതൊക്കെ വീഡിയോ എടുക്കാനുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ അവന് കിട്ടിയ ഗിഫ്റ്റുകള്. ഇത് ഫുള്ള് അവന് കിട്ടിയതാണ് കേട്ടോ. അവന്റെ 4ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിന് കിട്ടിയ ഗിഫ്റ്റുകളാണ്. അപ്പൊ അതൊക്കെ നിരത്തി വെച്ചിട്ടൊരു വീഡിയോസ് എടുക്കണം പറഞ്ഞങ്ങാണ്ട് ഓൻ അങ്ങനെ അതൊക്കെ വെച്ചങ്ങാണ്ടുള്ള വീഡിയോസ് ആണ് കേട്ടോ. അപ്പൊ പൈസയൊക്കെ നീർത്തി വെച്ചിക്കണം കേട്ടോ. അവനെ എല്ലാതും കാണിക്കണം. അങ്ങനെ അതൊക്കെ നിർത്തി വെച്ചങ്ങാണ്ടുള്ള വീഡിയോസുകളുണ്ട്. അപ്പൊ അങ്ങനെ ലോങ് വീഡിയോ ആയി വന്നില്ലേ. അപ്പൊ ഇനി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ.